സ്ക്രീൻ കാണുന്നില്ല ഇപ്പോ? സ്ക്രീൻ കാണും. ഓക്കെ, അതാരാ ക്ലാസ് എന്ന് പറഞ്ഞ? ഞാൻ കാണുന്നില്ല, എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ് അർഫാത്ത്. ഓക്കെ, ഇത് കാണുന്നുണ്ടോ? The alphabets and the letters. കാണുന്നുണ്ടോ? Okay. The alphabets and the letters. അതായത് the ബുക്സ്താബൻ. ഓക്കെ, ലെറ്റേഴ്സിന് നമ്മൾ പറയുന്ന വേർഡാണ് ബുക്സ്താബൻ. എന്താണ് പറയാ? ഓക്കെ, the ബുക്സ്താബൻ. ഓക്കെ, ആൽഫബറ്റ്സിന് ആൽഫബറ്റ് എന്ന് കഴിഞ്ഞാട്ട് നമ്മൾ പറയാം. ജസ്റ്റ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആവും. ആൽഫാബറ്റ് ആ ഒരു രീതിക്ക് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുള്ളൂ. റെസ്റ്റ് ഈസ് സെയിം, ബട്ട് ലെറ്റേഴ്സിൻ്റെത് നേരെ വെച്ച് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ദി ബുക്സ്താബൻ. ഓക്കെ ആണോ? ഓക്കെ, ക്ലാർ, വെരി ഗുഡ്. ഇനി അടുത്ത ഫസ്റ്റ് ലെറ്റർ. ഇതെന്താ നമ്മൾ പറയാ? ഇംഗ്ലീഷ് ലെറ്റർ A. A is pronounced as A. A. ഇനി അടുത്തത് എന്താണ്? B. B നമ്മൾ പറയാ ബേ. ബേ. ഒന്ന് പറഞ്ഞേ. ആ ബേ. ഇനി അടുത്തത് എന്തായിരിക്കും അപ്പോ? സി എന്നുള്ളത്? സേ. സേ എന്നുള്ളത് ഇതാ ഇംഗ്ലീഷ് ലെറ്റർ സേ ഇല്ലേ? SAY. അത് മൈൻഡിൽ വെച്ചാൽ മതി. സേ. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ഡേ. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞ ABCD ഒന്ന് പറഞ്ഞ. എന്താ പറയുന്നത്? ഈക്ക് നമ്മൾ പറയാ എ എന്നാണ്. ഇംഗ്ലീഷ് ലെറ്റർ എ ഇല്ലേ? അങ്ങനെയാണ്. സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങൾക്ക്? ഇംഗ്ലീഷ് ലെറ്റർ എ എന്നാണ് നമ്മൾ ഈക്ക് പറയാ. ഓക്കെ ആണോ? ഇനി അടുത്തത് F. ഗേ. ഓക്കെ, ഈ ജർമ്മനിൽ വരുമ്പോ എല്ലാ ലെറ്ററിന്റെ ആദ്യത്തെ അക്ഷരം സ്മോൾ ലെറ്റർ ആണോ വരുന്നത്? എന്താ? ഇവിടെ എയുടെ സ്മോൾ ലെറ്റർ എ ആണോ വരുന്നത്? അതുപോലെ തന്നെയാണ് എല്ലാത്തിന്റെയും. നിങ്ങൾ ചോദിക്കുന്ന ഈ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളതാണോ ഞാൻ എഴുതി വെച്ചത്? നല്ലൊരു ചോദ്യമാണ്. എന്തായാലും ഞാൻ പറഞ്ഞുതരാം. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ ബ്ലാക്ക് ലെറ്റേഴ്സ്? ABCDEFGന്റെ ബ്ലാക്ക് ലെറ്റേഴ്സ് കണ്ടില്ലേ? ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഓക്കെ, ഇത് തന്നെയാണ് ജർമ്മനിലെ ആൽഫബറ്റ്സ്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സും ജർമ്മൻ ആൽഫബറ്റ്സും സെയിം ആണ്. There is no difference. Okay. ഈ റൈറ്റ് സൈഡിൽ ഞാൻ ഈ റെഡ് കളറിൽ എഴുതിയത് കണ്ടില്ലേ? ടൈപ്പ് ചെയ്തത് അത് പ്രൊനൗൺസിയേഷൻ ആണ്.
ഓക്കെ. ഓക്കെ. സോ അതിലെന്തെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടാക്കിയെങ്കിലും ഈ റൈറ്റ് സൈഡിലുള്ളത് ഫുള്ള് പ്രൊനൗൺസിയേഷനും ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ആൽഫബറ്റ്സും. ഓക്കെ ആണോ? ആൽഫബറ്റ്സിന്റെ ഇതില് ഒരു ഡിഫറൻസും ഇല്ല കേട്ടോ. ജർമ്മൻ ആൽഫബറ്റ്സും ഇംഗ്ലീഷ് ആൽഫബറ്റ്സും സെയിം ആണ്. ആകെ വരുന്ന ഡിഫറൻസ് പറയുന്നത് പ്രൊനൗൺസിയേഷനിലാണ്. ഓക്കെ ആണോ? വെരി ഗുഡ്. അടുത്തത് ആ ബേ സൈഡ് ഇ എഫ് ഗേ. ഓക്കെ, അടുത്തത് ഗേ കഴിഞ്ഞാൽ അടുത്ത് എന്താ? എച്ച്. എച്ചിന് നമ്മൾ അറിയാ ഹ. ഹ ഹ. ഇനി അടുത്തത് ഐന് നമ്മൾ പറയാ ഇ. നമ്മൾ ഇക്ക് എന്തേനു പറയാല്? എ. ഇക്ക് എ എന്നാ പറയാ. ഐന് നമ്മൾ ഇ എന്നാ പറയാ. അപ്പൊ ഏന് എന്തേലും പറയാ? ഓക്കെ. ഇനി അടുത്തത് നെക്സ്റ്റ് ജെ ഉണ്ടല്ലേ. ജെ എന്നുള്ളത് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇവിടെ എന്താ നിങ്ങൾ വായിക്കുന്നത്? യോട്ട്. ഓക്കെ. ജെനെ നമ്മൾ പറയാ യോട്ട് എന്നാണ്. ക്ലിയർ ആണോ? യാ എന്നുള്ള രീതിക്കാണ് നമ്മൾ ജെ പറയാ എപ്പോഴും. യാ. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. എന്താ വായിക്കുക? ഹലോ. ഓക്കെ, ഞാൻ അവിടെ ടൈപ്പ് ചെയ്തത് കണ്ടോ? ഓക്കെ, അതെന്താ പ്രൊനൗൺസ് ചെയ്യാന്ന്? ഹലോ. യാപ്പാൻ. ഓക്കെ ആണോ? ദിബിൻ ഓക്കെ ആണോ? സായന്ത് ഓക്കെ ആണോ? ഹലോ സായന്ത്. സന്തോഷം ഓക്കെ ആണോ? ഓക്കെ ആണ്. നിതീഷ് ഉണ്ടോ? ഓക്കെ ആണോ നിതീഷ്? അപ്പൊ ഇതുവരെയുള്ള ലെറ്റേഴ്സ് ഒന്ന് നിങ്ങൾ പറഞ്ഞ. ആ, ബേ, ദേ, എ, എഫ്, ഗേ, ആ, ഇ, യോട്ട്. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തത് നെക്സ്റ്റ് ക. ക. കെ അല്ല, ക. ക. അടുത്തത് നെക്സ്റ്റ് എൽ. Excuse me. നിതീഷ് ഓഡിയോ ക്ലിയർ ആവുന്നില്ല നിതീഷ്. ഓക്കെ, അടുത്തത് എൽ. എന്ന് പറഞ്ഞേ. എൽ. ഓക്കെ, എൽ കഴിഞ്ഞാ പിന്നെന്താണ്? എം. എം. അടുത്തത് എൻ.
N. 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 Next. O. 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 Next. P. P. ഇങ്ങനെ പറയാം. A. പേ എന്ന് പറയില്ല നമ്മള് PAY. ആ. A. A. ഓക്കെ. അടുത്തത് നെക്സ്റ്റ് Q അല്ല Q. 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 U. Next R. 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 R എന്നുള്ളത് നിങ്ങൾ കുറച്ച് ചെയ്ത് ടങ്ക് കുറച്ച് റോൾ ചെയ്ത് പറയണം. എറർ. സി ഇവിടെ ഉണ്ടല്ലേ ഡബിൾ ആർ എന്നുള്ളത് യൂസ് ചെയ്തത് എന്നുള്ളത് വരാം. എറർ. ഓക്കെ. അടുത്തത് എസ്. S. S. എസ്. Yes. അടുത്തത് ടേ. A. A. ടേ. A. ഉ. U. യു അല്ല ഉ. U. U. നമ്മുടെ മലയാളത്തില് ഊ ഇല്ലേ, ആ ആ ഇ ഈ ഉ ഊ, അതില് ഊ. ഓക്കെ. ക്ലിയർ ആണോ? ക്ലിയർ. Clar. ഓക്കെ. ഇനി അടുത്തത് ടോട്ടലി ഡിഫറെന്റ് കേസ് അനദർ. നമ്മൾ ജയൻ എന്തേലും പറയാ യോട്ട് എന്നല്ല. Yacht. ഓക്കെ. അതേപോലെ വീന് നമ്മൾ പറയാ ഫൗ. ഫൗ. ഇപ്പോ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം പറഞ്ഞു ഓരോരുത്തർ ഈ ഓട്ടോ മെക്കാനിക്കൽ അതല്ലെങ്കിൽ കാർ റിലേറ്റഡ് ഫീൽഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നല്ലോ എല്ലാവരും. മെക്കാനിക്കൽ. അതെ. ഈ ഒരു വണ്ടി എല്ലാവർക്കും അറിയാലോ. അതെ. ഓക്കെ. ഇതൊന്ന് പ്രൊനൗൺസ് ചെയ്ത നിങ്ങൾ സിംഗിൾ ഓരോരുത്തർ 1 by 1. ഫസ്റ്റ് ദിബിൻ പറഞ്ഞോളൂ. Volkswagen. എന്താണ്? Volkswagen. ഒന്നുകൂടെ പറഞ്ഞേ, ക്ലിയർ ആവുന്നില്ല. Volkswagen. വോക്സ്വാഗൻ. Volkswagen. വി ആണോ എഫ് ആണോ പറഞ്ഞത്? FF. Volkswagen. ഓക്കെ. ഇനി അടുത്ത നെക്സ്റ്റ് പേഴ്സൺ നിങ്ങൾ ഓരോരുത്തർ പറഞ്ഞോളൂ. Volkswagen. എന്താണ്? Volkswagen. വോക്സ്വാഗൻ. ഒരിക്കലും വോക്സ് വാഗൻ എന്ന് പറയരുത് നമ്മള്. ഫോക്സ് വാഗൻ. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. യൂഷ്വലി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് ഇപ്പൊ ഈ ഫൗ എന്നുള്ള ലെറ്റർ ഇങ്ങനെ ഒറിജിനേറ്റ് ആയത് എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ക്ലിയർ ആണോ? അടുത്തത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചത്. അടുത്തത് W എന്നുള്ളത് നമ്മൾ പറയാ വേ എന്നാണ്. എന്താ പറയാ? വേ. അപ്പൊ ഇതെന്താ നമ്മൾ വായിക്കുക? BMW. ആ ബേ അല്ലേ, ബി അല്ലല്ലോ. BMW. BMW ഫുൾ ഫോം അത് നിങ്ങൾക്ക്? BMW ഫുൾ ഫോം എനിക്കറിയാം. ഈ
3 ലെറ്റേഴ്സിന് ഒരു ഫുൾ ഫോം ഉണ്ട്. ആ എനിക്ക് കറക്റ്റ് ആണോ അറിയില്ല. ബൈറിഷ് മോട്ടോൺ വെക്കെ അങ്ങനത്തെ അതന്നെ, മോട്ടോർ വെർക്കെ. ഓട്ടോ ആ സ്പെല്ലിങ് ബൈറിഷന്റെ സ്പെല്ലിങ് അത് തന്നെയാണോ എനിക്ക് അറിയില്ല കേട്ടോ. മോട്ടോർ വെർക്കെ കറക്റ്റ് ആണ്. ബൈറിഷ മോട്ടോർ വെർക്കെ മോട്ടോൺ വെർക്കെ വെർക്കെ എന്നുണ്ട്. ലാസ്റ്റ് KE അല്ലേ. അടുത്തത് എക്സിന് എന്താ നമ്മൾ പറയാ? ഇക്സ് ഇക്സ് ഇക്സ്. ഇക്സ്. ഇനി അടുത്ത വൈന് എന്താ നമ്മൾ പറയാ? യുപ്സിലോൺ. ഓക്കെ, യുപ്സിലോൺ ഒന്ന് പറഞ്ഞേ. യുപ്സിലോൺ. ഇപ്സിലോൺ. ഇവിടെ നിങ്ങൾ യുവിന്റെ മേലെ ഒരു 2 കുത്ത് കണ്ടോ? ആ ഒരു സംഗതി നിങ്ങൾ കുറെ കണ്ടിട്ടുണ്ടാവും. ഇപ്സിലോൺ അല്ല, യുവിന്റെ മേലെ ഇപ്പൊ ഒരു പ്ലെയർ ഉണ്ട്, തോമസ് മ്യൂള്ളർ. മുള്ളറിന്റെ ജേഴ്സി ഫുട്ബോളൊക്കെ കാണല്ലേ എല്ലാരും? ആ, മുള്ളറിന്റെ ജേഴ്സിന്റെ മേലെ കണ്ടില്ലേ യുവിന്റെ മേലെ ഒരു 2 ഡോട്ട്? ഡോട്ട് കണ്ടിട്ടുണ്ട്. ആ ഓക്കെ, അതിലേക്ക് ഇപ്പം ഇവിടെ പോട്ടോ. ഇനി അടുത്ത ലാസ്റ്റ് വൺ, സെറ്റ്. സെറ്റ് സെറ്റ് ഓക്കെ. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ കോപ്പിയില്? അത് കോപ്പി ചെയ്യുന്നത് എഴുതുന്നുണ്ട്. എഴുതിയിട്ടുണ്ടോ എല്ലാരും? ആ. അല്ലെങ്കിൽ സ്ക്രീൻ ഒന്നുകൂടെ ഞാൻ കുറച്ചു നേരം ഡിസ്പ്ലേ ചെയ്യണോ? കുഴപ്പമില്ല, ഞാൻ എഴുതിയിട്ടുണ്ട്. ബാക്കി വേണ്ടിയവര് പറഞ്ഞോളൂ. നോട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോ 4 ആളായോ? സാധനത്തൊക്കെ പോയി തോന്നില്ല. ഇസഡിന് എന്തായിരുന്നു പറയുന്നത്? ഇസഡ് സെറ്റ് സെറ്റ് ഓക്കെ. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ കുറച്ച് ക്യാരക്ടേഴ്സ് കാണാം. ഇതൊക്കെ വായിച്ചാള്. ഓക്കെ, ഇവിടെ എന്റെ മേലെ 2 കുത്ത്, ഓന്റെ മേലെ 2 കുത്ത്, അതേപോലെ ഈ യുവിന്റെ മേലെ 2 കുത്ത് കണ്ടോ? കണ്ടില്ലേ? ഓക്കെ, ഈ ഡബിൾ ഡോട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യുംലോട്ട്. ഓക്കെ, എന്താ പറയാ? യുംലോട്ട്. യുംലോട്ട്. ഓക്കെ. അപ്പോ ഫസ്റ്റ് എ എന്നുള്ള കേസ് നോക്കോ. എ യുംലോട്ട് എന്നാണ് ഈ ലെറ്ററിന് നമ്മൾ പറയാ. ദീസ് ആർ ദി സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇൻ ജർമ്മൻ ലാംഗ്വേജ്. ഓക്കെ ഓക്കെ, എ യുംലോട്ട് എന്ന് നമ്മൾ എന് എന്തെങ്കിലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യാം? ആ. അപ്പൊ എ യുംലോട്ടിന് നമ്മൾ എങ്ങനെയാ അത് പ്രൊനൗൺസ് ചെയ്യാ? ആ ഉംലോട്ട് എന്നല്ല, സിമ്പിൾ ആണ്. എ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാ. മനസ്സിലായോ? മനസ്സിലായില്ല, ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ എന്താ പ്രൊനൗൺസ് ചെയ്യാ? ഈ എന് ആന്നല്ലേ?
അങ്ങനെയാണെങ്കിൽ ഇതിനെ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യുക എന്നാണ്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായോ? ഏത് മേളില് ഈ ഡോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് പ്രൊണൗൺസ് ചെയ്യണത് ആന്ന് തന്നെ. എന് മേലെ ഡോട്ട് വന്നു കഴിഞ്ഞാല് അതിനെ പ്രൊനൗൺസ് ചെയ്യുക ഏന്ന്. ഏന്ന് തന്നെ. അതേപോലെയാണ് ഈ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക എന്നാണ്. പക്ഷെ അത് രണ്ടും ഡിഫറെന്റ് പ്രൊനൗൺസിയേഷൻ ആണ്. These three pronunciations are different from each other. നോർമലി ഉള്ള എനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക ആന്നും, നോർമൽ ഈനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക ഏന്നും. ബട്ട് ഇവിടെ എന്റെ മേലെ രണ്ട് യുംലോട്ട് വന്നു. യുംലോട്ട് വരുന്ന എനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക ഏന്ന് തന്നെയാണ്. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഈ കുറെ എ ആ ഇ എന്ന് പറഞ്ഞിട്ട്. ചെറുതായിട്ട് തുടങ്ങിയുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ ക്ലിയർ ചെയ്തരാം. ഇപ്പോ ദിബിൻ, ഫസ്റ്റ് കേസ്, ഇതിനെന്താ പ്രൊനൗൺസ് ചെയ്യാ? ഇതെന്താ പ്രൊനൗൺസ് ചെയ്യാ? എ. അങ്ങനെയാണെങ്കിൽ ഇതിനെന്താ പ്രൊനൗൺസ് ചെയ്യാ? മനസ്സിലായോ? സന്തോഷ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അറഫത്ത് ക്ലിയർ ആണോ? ക്ലിയർ. ക്ലിയർ. പിന്നെ ആരാരും ഉണ്ടോ? സായന്ത് ഉണ്ടോ ഇതില്? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇത് മൂന്നും ക്ലിയർ ആയി. എ യുംലോട്ട് എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഷുവർ ആണോ? ആണെങ്കിൽ മാത്രമാണെന്ന് പറഞ്ഞാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ ആണോ? ഇനി അടുത്ത ലെറ്റർ ഉണ്ടോ? ടോപ്പിലേക്ക് വരും. ഇവിടെ ഓന്റെ മേലെ ഒരു യുംലോട്ട് പോലെ. അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക എന്നാണ്. ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യുക ഏവ്. ഇതിങ്ങനെ നമ്മൾ പറയില്ലേ, ഈ എന്നുള്ളത് പറയില്ല, ഇങ്ങനെ യൂന്ന്. അതിന്റെ ഒരു വേറെ ഫോമാണിത് എ ഇ യു. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എ ഇ യു. ഇത് മൂന്നും കൂടെ നിങ്ങൾ ഒരുമിച്ച് ഒന്ന് പറഞ്ഞു നോക്കിയേ. എ ഇ യു ന്ന്. അതാണ് നമ്മൾ ഓ യുംലോട്ടിനെ വിളിക്കുക. ഓക്കെ, സോറി, ഓ യുംലോട്ടിനെ വിളിക്കുന്നതല്ല, ഓ യുംലോട്ടിന്റെ പ്രൊനൗൺസിയേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? മൂന്ന് പേർക്കും ക്ലിയർ ആണോ? ദിബിൻ, സന്തോഷ് ആൻഡ് അർഫത്ത്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഈ രണ്ടെണ്ണത്തിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഷുവർ? ഞാൻ അടുത്തതിലേക്ക് പോവാണ്. ഓക്കെ, ഞാൻ അടുത്തത് നെക്സ്റ്റ്. ഇതാ നേരത്തെ പറഞ്ഞ അതേ സംഗതി. മ്യുള്ളർ. ഈ യു യുംലോട്ട് കണ്ടില്ല നിങ്ങള്? അയ്യോ, യു യുംലോട്ട് അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് നോർമലി യു എന്നാണ്.
വീണ്ടും കൺഫ്യൂഷൻ ആവും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിനെ നമ്മൾ എന്താ പ്രൊനൗൺസ് ചെയ്യാം? അല്ല, അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്താ പ്രൊനൗൺസ് ചെയ്യാം? യു. നിങ്ങൾ ഇങ്ങനെ മൈൻഡിൽ വെച്ചാൽ മതി, യു. ഓക്കെ, ക്ലിയർ ആണോ? ഈ 3 സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഓക്കെയാണ് ഈ മേലെ കൊടുത്തിരിക്കുന്നത്. എ ഉംലോട്ട്, ഒ ഉംലോട്ട് ആൻഡ് യു ഉംലോട്ട്. ഇത് 3 ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഷുവർ ആണോ? ക്ലാസ് ഓക്കെ. പിന്നെ ഇതിൽ ഇനി ലാസ്റ്റ് എന്താ കിടക്കുന്നത്? നമ്മൾ ഫസ്റ്റ് പഠിച്ച സാധനം, ഹൈസന്റെ സിമ്പിൾ ബീറ്റ. ബീറ്റ ബീറ്റ എങ്ങനെയാ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാ? സന്തോഷം പറഞ്ഞു. ബീറ്റ എങ്ങനെയാ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാ? ഈ ലെറ്റർ നമ്മൾ വി ഹൈസൻ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇതെങ്ങനെയാ? How is it pronounced? T plus അതിലെ ഹൈസന്റെ ലെറ്റർ ആണ് ബീറ്റ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയാണ് സ് എന്നുള്ളത്. ഹൈസൻ സ് ടി പ്ലസ് സ് എന്നുള്ള രീതിക്ക്. ഓക്കെ ആണോ? ബീറ്റ എന്നുള്ളത് ഈ സിമ്പിൾ എന്താന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അത് ക്ലിയർ ആണോ? ഹൈസൻ എന്ന് പറയുന്നതല്ല, ഹൈസനിലുള്ള ഒരു സിമ്പിൾ ആണ്. ഓക്കെ, ഹൈസനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ മാത്രമാണിത്. ഓക്കെ, ഇതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്ത് ഇതിപ്പോ ഹൈസൻ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയി അല്ലേ? അപ്പൊ ഈ ലെറ്റർ, ദിസ് ലെറ്റർ സിംഗിൾ അലോൺ, അത് മാത്രം ഫോക്കസ് ചെയ്യുക. അവിടെ വേറെ ഒന്നും ഇപ്പൊ ഫോക്കസ് ചെയ്യല്ല. നിങ്ങൾ മുന്നേ പഠിച്ച എ ഒ യു ഒന്നും ഫോക്കസ് ചെയ്യണ്ട. ഈ ഒരു ലെറ്റർ മാത്രം ഫോക്കസ് ചെയ്യും. ഒരു ബി പോലത്തെ ഒരു ലെറ്റർ കണ്ടോ? ആ ലെറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീറ്റ. വിളിക്കുന്ന പേര്, അതായത് വിളിപ്പേര് എന്ന് കൂട്ടിക്കോ. വിളിപ്പേരാണ് ബീറ്റ. ഇപ്പോ മേലത്തെ 3 ലെറ്റേഴ്സിന് നമ്മൾ എന്താ എയും ലോട്ട് അല്ലെങ്കിൽ ഓയും ലോട്ട് യുയും ലോട്ട് അങ്ങനെ വിളിക്കുന്നത് പോലെ ഈ ലെറ്ററിനെ നമ്മൾ വിളിക്കുന്നതാണ് ബീറ്റ. ബട്ട് അത് പ്രൊനൗൺസ് ചെയ്യുന്നതാണ് സ് എന്നുള്ള രീതിക്ക്. അതുകൊണ്ടാണ് ഈ ഒരു വേർഡ് ഹൈസൻ ആയത്. മനസ്സിലായോ? ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വായിക്കാം, ഹൈ. ഹൈ കഴിഞ്ഞ് പിന്നെ അവിടെ എൻഡിങ്ങിൽ എന്താ? എൻ. ഹൈ എൻ. അതിന്റെ നടുക്ക് നമ്മൾ ബീറ്റ കൊണ്ടുവച്ചു. അപ്പൊ ആ വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയായി? ഹൈസൻ. ഓക്കെ,
ക്ലിയർ ആണോ? ക്ലിയർ. Klar. 3 പേർക്കും ക്ലിയർ ആണോ? Klar. ഓക്കെ. ഇനിയിപ്പോ ഇവിടെ നിങ്ങളൊരു സംഗതി കാണുന്നുണ്ടാവും. ഇവിടെ ജർമ്മൻ ലാംഗ്വേജ് ഒന്നുണ്ട്, അതിന്റെ അടിയിൽ വേറൊരു സംഗതി ഉണ്ട് അല്ലേ? ജർമ്മൻ ലാംഗ്വേജിന് നമ്മൾ പറയുന്നതാണ് ഡോയ്ഷെ സ്പ്രാഹെ. ഡോയ്ഷെ സ്പ്രാഹെ. ഓക്കെ, ഒന്ന് പറഞ്ഞേ. ഡോയ്ഷെ Deutsche സ്പ്രാഹെ. Sprache. ഡോയ്ഷെ സ്പ്രാഹെ. Deutsche Sprache. ഓക്കെ. ഇനി തൊട്ടിപ്പോ നിങ്ങളോട് ഒരാൾ ചോദിക്കാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കല്ലേ, അപ്പോ പറയണം ഞാൻ പഠിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയരുത്, ഡോയ്ഷെ സ്പ്രാഹെ. Sprache. ഓക്കെ, സ്പ്രാഹെ. ഹേന്ന് കംപ്ലീറ്റ് ഹേ എന്ന് പറയരുത്, ഒരു റിതമിക് കൊടുക്കുക നിങ്ങൾ. സ്പ്രാഹെ. ഹേന്ന് ഫസ്റ്റ് ഒരു കട്ടി കൊടുക്കുക. Deutsche ഓക്കെ, Sprache. സ്പ്രാഹെ. അപ്പൊ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നാലും ക്ലിയർ ആണോ? Klar. ഈ ആൽഫബറ്റും അതിന്റെ പ്രൊനൗൺസിയേഷനും ക്ലിയർ ആണോ? നോട്ട് ചെയ്തപ്പോ ഒറ്റടി ക്ലിയർ ആയില്ല, എന്നാലും നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 1-2 തവണ നോക്കിയാലേ ക്ലിയർ ആവുന്നു. ഏതാ ക്ലിയർ ആവാത്തത്? അങ്ങനല്ല, പ്രൊനൗൺസ് ചെയ്താൽ പറഞ്ഞത് മനസ്സിലായി. ആ, അല്ല ഈ സ്ക്രീൻ ഇങ്ങനെ കാണിക്കണം നിങ്ങൾക്ക്? നോട്ട് ചെയ്യാത്ത ആരെയുണ്ടോ? അല്ല, ഞാനെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. അറഫത്ത് നോട്ട് ചെയ്തിട്ടുണ്ടോ? നോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ സ്ക്രീൻ ഷെയറിംഗ് ഓഫ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പഠിച്ചതിൽ എന്തെങ്കിലും ഇനി ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക് 3 പേർക്കും? എന്തെങ്കിലും ദീപിൻ, സന്തോഷ്, അർഫൻ, നിങ്ങൾക്ക് 3 പേർക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ലെറ്ററിന്റെ പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആവാത്തതോ ഇല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട്. ഉണ്ടോ? അറഫത്ത് മൈക്ക് മ്യൂട്ടാണ്, എന്തോ പറയാണെന്ന് തോന്നുന്നു. ഈ സ്പെഷ്യൽ ക്യാരക്ടേഴ്സേ യുവിന് മേളിൽ 2 കുത്തിടുന്നത്, പിന്നെ എക്ക് മേളിൽ 2 കുത്തിടുന്നത്, അത് മറ്റു ലെറ്റേഴ്സിനും അങ്ങനെ കുത്തിട്ട് കഴിഞ്ഞാൽ നോർമലി വായിക്കും പോലെ പറയാൻ പറ്റില്ല. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആകെ ഈ 4 ക്യാരക്ടേഴ്സ് ഉള്ളൂ. 4 ക്യാരക്ടേഴ്സ് അല്ലേ? അതായത് ഏനുണ്ട്, ഓനുണ്ട്, യുനുണ്ട്. കുത്തിടുന്ന സംഭവം, അതായത് യുംലോട്ടിന്റെ സംഭവം. പിന്നെ വരുന്നത് ബീറ്റ. ഇതാണ്, ഈ 4 സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? 3 പേർക്കും ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഒന്ന് നമുക്ക് റിവൈസ് ചെയ്ത് നോക്കിയാലോ ലെറ്റേഴ്സ് എല്ലാം? ഓക്കെ, ഓൺ ദ കൗണ്ട് ഓഫ് 3, 2, 1 സ്റ്റാർട്ട്. 3 പേര് ഒരുമിച്ച് പറഞ്ഞോളൂ.
M M O N O P U Q R R S E T N U O V Au O V Is X Upsilon Ya Ypsilon Epsilon Z. Z. അതില് സന്തോഷ് ഇക്സ് ആണ്. സ്പീഡിൽ പറയുമ്പോൾ തെറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇക്സ് എന്ന് പറയാം. ഓക്കെ, Okay. ഇക്സ്. പിന്നെ യുപ്സിലോൺ. Epsilon. Okay. യുപ്സിലോൺ. X. X. ഇക്സ് യുപ്സിലോൺ. നമ്മളിപ്പോ എക്സ് എന്ന് പറയില്ലേ, എക്സ്, അതെ. അത് മാറ്റിയിട്ട് ഒന്ന് ഇക്സ് എന്നാക്കിയാൽ മതി. എന്താണ് Epsilon. X. ഇക്സ് യുപ്സിലോൺ സെറ്റ്. Z. അതായത് ലാസ്റ്റത്തേതാണ് പിന്നെയും കുറച്ചൊരു അടുപ്പിച്ച് ചേഞ്ച് ചെയ്യുന്നത്. ഉ ഫൗ വേ ഇക്സ് യുപ്സിലോൺ സെറ്റ്. അതുപോലെ ഒരു എനിക്ക് തോന്നുന്നു എൽ എം മുതൽ ഫുള്ള് സെയിം ഇംഗ്ലീഷ് ആയി തന്നെ. എൽ എം എൻ ഓ പേ കു, പിന്നെ പി ക്യു ആണ് മാറിയിട്ട് പേ കു ആവുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെയും സെയിം തന്നെയാണ്. എർ എസ്, അതിൽ ആറ് എന്നുള്ളത് മാറി ജസ്റ്റ് ഒന്ന് എറർ ആവുന്നതേ ഉള്ളൂ. എർ എസ് ടേ, പിന്നെ ഉ ഫൗ വേ ഇക്സ് യുപ്സിലോൺ സെറ്റ്. ഓക്കെ, ഇനി നിങ്ങൾ 3 പേരോടും കൂടി ആയിട്ട് നിങ്ങളിതിപ്പോ പറഞ്ഞല്ലോ ഞാൻ ചോദിച്ചപ്പോ, ബുക്ക് റെഫർ ചെയ്യാതെ പറഞ്ഞ ആരാളുള്ളതില്? കോപ്പി റെഫർ ചെയ്യാതെ പറഞ്ഞത് 3 പേര് കോപ്പി റെഫർ ചെയ്താണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ കോപ്പി ഒക്കെ റെഫർ ചെയ്യുന്നില്ല ആണെങ്കിൽ അത്രയും ബെറ്റർ ആവും. അപ്പൊ ഈ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഇത് കംപ്ലീറ്റ് ആൽഫബറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ആൽഫബറ്റ്സും, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ നിങ്ങൾ പക്കാ ക്ലിയർ ആക്കണം. ഓക്കെ, തറവാക്കി വരുമല്ലോ നിങ്ങൾ? ഷുവർ? ഓക്കെ, ഇതൊക്കെ ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോ 11:27 ആയി ഏകദേശം ടൈം. നമുക്ക് നല്ല വൈൻഡപ്പ് ചെയ്യാനുള്ള നോക്കാം. പിന്നെ ബൈ ദി എൻഡ് ഓഫ് ദി ലെസൺ വേറൊരു പേഴ്സണൽ മാറ്റർ നിങ്ങളോട് പറയാണ്. ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും പേര് വിളിക്കുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത് കേട്ടോ. എനിക്ക് അറിയാം നിങ്ങളെക്കാട്ടും ഒരുപാട് യങ് ആണ് ഞാൻ നിങ്ങളെ അതേപോലെ നിങ്ങളെ റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ക്ലാസ് ആണ്. സോ എനിക്ക് കംഫർട്ടബിൾ നിങ്ങൾ അങ്ങനെ വിളിക്കാന്നുള്ളൂ. അതുകൊണ്ടാണ് പേര് വിളിക്കുന്ന കംഫർട്ടബിൾ കുറച്ചും കൂടെ. ഞാൻ ഇപ്പൊ പ്രോന്നൊക്കെ വിളിക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഡിസ്റ്റൻസ് വന്നു. ഓക്കെ, സോ ആ കാര്യത്തിൽ ആർക്കും ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ ഇതില്? എനിക്കെന്തോ ഒരു ഇത് തോന്നി, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഒന്നുമില്ലല്ലോ? 3 രാധപ്പൻ, ദിബിൻ, സന്തോഷ്, ഒരു കുഴപ്പമില്ല. ഓക്കെ, മതി. ഞാൻ പിന്നെ ഇന്നത്തെ ഇനി വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഒരു കാര്യം കൂടെ, നമ്മളിപ്പോ ബായ് എന്ന് പറയില്ലേ, ബായിന് നമ്മൾ പറയും ചുസ് എന്നാണ് കേട്ടോ. ചുസ് ചുസ് എന്ന് പറയില്ലേ, ചുസ് ചുസ്. ഇതിന്റെ കറക്റ്റ് ഞാൻ അത് ടൈപ്പ് ചെയ്തരാം. TCH
ചൂസ് ചാറ്റ് ബോക്സ് നോക്കിയാൽ കാണാം അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ്. ഓക്കെ, ബായിന് നമ്മൾ പറയാ ചൂസ്. Choose. ഓക്കെ ആണോ? ക്ലാർ. അപ്പൊ ഒരാളെ പേര് ചോദിക്കാനൊക്കെ പഠിച്ചില്ലേ? Okay, വീട്ടിലൊക്കെ പോയി എല്ലാവരോടും പേരൊക്കെ ഒന്ന് ചോദിക്കുക. ഓക്കെ, ചൂസ്. Okay, choose. ഓക്കെ.